ഡോക്ടർ, എന്തായി? ഐ എം സോറി ഗോകുൽ. ഞങ്ങൾക്ക് സമൃദ്ധി രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഓ മൈ ജീസസ്. ഞങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കി. ബട്ട് മോനെ, മോനെ സഹിക്കണം. കർത്താവ് അവൾക്ക് ഇത്രയും ആയുസ്സേ കൊടുത്തിട്ടുള്ളൂ എന്ന് സമാധാനിക്കണം. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. മരണമെന്ന റിയാലിറ്റി നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പോലീസിന്റെ നടപടിക്രമങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? സമൃദ്ധയുടെ സോറി ഇസബല്ലയുടെ കാര്യത്തിൽ ഇനി ഒരു നടപടിക്രമങ്ങളും ബാക്കിയില്ല. പക്ഷേ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ പോലീസിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. അതിന് ഒരു വഴിയേ ഉള്ളൂ. ആദ്യം ആ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് എല്ലാ പോലീസ് സ്റ്റേഷനിലും മെസ്സേജ് കൊടുക്കാം. പത്രങ്ങളിലൂടെയും ന്യൂസ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാം ആ പെൺകുട്ടിയുടെ ഫോട്ടോ പരസ്യപ്പെടുത്തി നമുക്ക് അന്വേഷിക്കാം. ആരെങ്കിലും ആ പെൺകുട്ടി അന്വേഷിച്ച് വരാതിരിക്കില്ല. പിന്നെ ആ അപകടം ഉണ്ടാക്കിയ വാഹനം ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള അന്വേഷണം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നിട്ട് അത് ആരാണെന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. പക്ഷേ ഇന്ന് തന്നെ അത് കണ്ടുപിടിക്കാൻ കഴിയും. കഷ്ടം. മനുഷ്യരൊക്കെ ഇത്ര ദൈവവിചാരം ഇല്ലാതെ പെരുമാറിയാൽ എന്തു ചെയ്യും? ആക്സിഡന്റ് സംഭവിച്ചിട്ട് വണ്ടി ഒന്ന് നിർത്താനുള്ള മര്യാദ പോലും കാണിച്ചില്ലല്ലോ. എന്റെ കർത്താവേ, എന്തൊരു ലോകമായത്! CCTV വിഷ്വൽസ് പരിശോധിച്ചാൽ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കിട്ടും. വണ്ടി ഓടിച്ച ആളിനെ പോലീസ് ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കും. അപ്പോ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കോ? എന്താ സംശയം? ഹിറ്റ് ആൻഡ് റണ്ണിനുള്ള വകുപ്പുകൾ മാത്രമല്ല, കൊലപാതക ശ്രമത്തിനുള്ള വകുപ്പുകൾ കൂടെ ചേർക്കാനാണ് എന്റെ തീരുമാനം. കുറച്ചുനാള് അവൻ ജയിലിൽ കിടക്കട്ടെ. ആ പെൺകുട്ടിക്ക് നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്യും. കേസിൽ ശിക്ഷിക്കപ്പെട്ട അയാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലേ? ഉറപ്പായിട്ടും കിടക്കേണ്ടി വരും. എന്തിനാ അമ്മ പേടിക്കുന്നത്? അപ്പൊ ഗോകുലിന്റെ കാര്യം? ഹേയ്, ഗോകുലിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അയാള് ആ കുട്ടിയെ രക്ഷിക്കാനല്ലേ ശ്രമിച്ചത്. മോനെ, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മേ, ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല മോളെ.
മോന്റെ. അവൻ കാരണം ആ പെൺകുട്ടിക്ക് ഈ അവസ്ഥ വന്നത്. എന്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അമ്മേ, ഗോകുലം മനഃപൂർവ്വം ചെയ്തല്ലായിരിക്കും. പക്ഷേ അയാളുടെ പേരിൽ കേസെടുത്തേ പറ്റൂ. അല്ലാതെ വേറെ ഒരു വഴിയുമില്ലേ? എന്തു വഴി? പോലീസിന് നിയമം പാലിച്ചല്ലേ പറ്റൂ. പ്രത്യേകിച്ച് അയാളൊരു ലീഡിംഗ് ലോയറാ. ഈ കേസ് സെൻസേഷൻ ആയാൽ അത് അയാളുടെ കരിയറിനെ തന്നെ ബാധിക്കും. ആ കുഞ്ഞിന് ഇനി അവൻ മാത്രമേ ഉള്ളൂ. എന്റെ മോനെ രക്ഷിക്കണം. പ്ലീസ് രാജീവ്, ഗോകുലിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ അറിയാലോ. ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയും കാണുന്നില്ല. ഒരു വഴിയുണ്ട് മോനെ. അമ്മ പറയുന്നത് മോൻ കേൾക്കണം.